ഹായ് ഗായ്സ്, അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇതെന്താണെന്ന് അറിയോ? ഇതെനിക്ക് യൂട്യൂബിൻ്റെ ഇവൻറ്റിന് പോയപ്പം കിട്ടിയതാട്ടോ ഗിഫ്റ്റ്. ഇതിൻ്റെ അൺബോക്സിങ്ങും ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ കാണിക്കുന്നുണ്ട്. സോ നമ്മൾ ബാംഗ്ലൂർ പോയതിൻ്റെ ഫുൾ എന്താ പറയുക ഡേ ഫുൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം ഇവൻറ്റിന് പോയപ്പം എന്തൊക്കെയാണ് ഉണ്ടായതെന്നും അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ ഞാൻ എന്തൊക്കെ ചെയ്തതെന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. സോ വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, ഞാൻ ബാംഗ്ലൂർ എത്തിയപാട് ഈ ഒരു റൂമിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇത് ഞാൻ 2 ദിവസത്തേക്ക് വേണ്ടിയിട്ട് എടുത്തതാട്ടോ. പിന്നെ ഞാൻ അവിടെ തന്നെ ഞാൻ നിൽക്കുന്ന റൂമിന് താഴെ തന്നെ അവർക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ പോയിട്ട് വേഗം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. ബ്രേക്ക്ഫാസ്റ്റിൽ വന്നിട്ട് 4 പൂരിയും അതുപോലെ തന്നെ ചന്നയിലെ വലിയ കടല അതിൻ്റെ കറിയും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അച്ചാറും ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചട്നി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേര് വന്നിട്ട് പൂരി സബ്ജി എന്നാണ്. നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ വേഗം ഗൂഗിൾ ഓഫീസിലേക്ക് പോവാണ്. അപ്പോൾ ഒരു ഇവൻറ്റ് നടക്കുന്നത് ഗൂഗിൾ ഓഫീസിൽ വെച്ചിട്ടോ. എൻ്റെ ഗൈസ്, ഞാനിത് കണ്ടപ്പെടല്ല ശരിക്കും പറയാൻ അണ്ടിപോയ അണ്ണാൻ്റെ അവസ്ഥയുണ്ട് എനിക്ക്. വലിയൊരു എന്താ പറയുക, ഉള്ളിൽ കയറിയപ്പോൾ വേറെ ലോകത്തെത്തിയൊരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ക്രിയേറ്റേഴ്സിനുള്ള ബാഡ്ജും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തരുമായിരുന്നു. അപ്പോൾ എൻ്റെ ബാഡ്ജൊക്കെ ഞാൻ പോയി മേടിച്ച് നല്ല രസം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ മൊത്തം കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നേ. പിന്നെ ഞാൻ നേരെ ടോയ്ലറ്റിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം ഇത് അവിടുത്തെ പുറത്തത്തെ വ്യൂ ആണ് കേട്ടോ. നേരെ ഞാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്നിട്ട്. അപ്പോൾ അതൊക്കെ കേട്ട് പഠിക്കുകയൊക്കെ ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ബാത്റൂം പോയപ്പോൾ ഗൈസ് ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്താ പറയുക പാഡൊക്കെ അല്ലേ, എത്ര വേണമെങ്കിലും വെച്ചിട്ടുണ്ട്. അതായത് അത്രയും ഭയങ്കരമായിട്ടൊരു ലക്ഷറി സെറ്റപ്പാണ് കേട്ടോ മൊത്തത്തിൽ. പിന്നെ ഫുഡിൽ വന്നിട്ട് എൻ്റെ മോനെ അവിടുത്തെ കഫറ്റീരിയയിൽ പോയ സമയത്ത് ഒരുപാട് വെറൈറ്റി ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വെജും അതുപോലെ എന്താ പറയുക നോൺ വെജിലൊക്കെ വെറൈറ്റീസ് ഓഫ് വെറൈറ്റി ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു ഫുഡി ആയതുകൊണ്ട് തന്നെ ഞാനൊക്കെ നോക്കി നടന്നിട്ടായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എടുത്തത് ഇപ്പോൾ എനിക്ക് പേരൊന്നും കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, കാരണം അത്രയും വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. നമുക്കുണ്ടല്ലോ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആട്ടോ വരാം. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്ന അറിയാം, വെജും ചിക്കനും ഉണ്ടായിരുന്നു. വെജ് ഞാൻ തിരിച്ചു കൊടുത്തെങ്കിൽ ചിക്കൻ മതി എന്ന് പറഞ്ഞിട്ടോ. പിന്നെ ഇത് കൊറിയാണ്ടർ റൈസാണ്, അതായത് നമ്മളെ മല്ലിയിലല്ല അതിൻ്റെ റൈസ് ഇടും. എന്ത് രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അത് ഞാനൊക്കെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഞാൻ ചില്ലി ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ എടുത്ത് ഡെസേർട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എൻ്റെ ഒരു പ്ലേറ്റ് ഇതായിരുന്നു കേട്ടോ. ഒരു ട്രേ ഉണ്ട്, അതിൽ പ്ലേറ്റ് കുറേ ബൗളിൽ എല്ലാം കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നൂഡിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ കൂട്ടി ഞാൻ പിടിച്ചു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്ന എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കാണ് കേട്ടോ. പിന്നെ ഇതിൽ വന്നിട്ട് മലയാളികൾ വളരെ കുറച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കി മൊത്തം ഹിന്ദിക്കാരും കന്നഡക്കാരൊക്കെ ആയിരുന്നു. എനിക്ക് കറക്റ്റ് എന്താ പറയാമെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻസ്, ഐ തിങ്ക് സോ. പിന്നെ നമ്മൾ എന്താ പറയുക ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പിന്നെയും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണേ. ലഞ്ച് ബ്രേക്കിന് ശേഷം ഉണ്ടായിരുന്ന ക്ലാസ് അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ഇതുപോലെ സ്റ്റാമ്പ് ചെയ്തത് നമുക്ക് എന്തുകൊണ്ടറിയാം സ്റ്റാമ്പ് ചെയ്ത് തരണേ. ഇതേപോലെ ഓരോ ആക്ടിവിറ്റീസ് ഉണ്ടാവും, ഗെയിംസ് ഉണ്ടാവും. അത് നമ്മൾ ജയിച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് തരും കേട്ടോ. അപ്പം ഞാൻ അവിടുന്ന് 4 ഗെയിമും കളിച്ച് 4ലും ഞാൻ ജയിച്ചിട്ടുണ്ട്. ഇത് ജയിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ അവസാനം പോകുമ്പോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സ്റ്റാമ്പ് കണ്ട് ഈ ഒരു ഗെയിം കഴിഞ്ഞപ്പോൾ എനിക്ക് സ്റ്റാമ്പ് ഇട്ട് തന്നത് വേറൊരു വീൽ ഓഫ് വെർട്ടിക്കൽ ലൈവ് എന്ന് പറഞ്ഞ സംഭവം കേട്ടോ. അത് ചെയ്ത് അതിൽ എനിക്കൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതുപോലെ ഞാനിങ്ങനെ പോയിട്ട് ചെയ്യണം. അങ്ങനെ കുറേ ടാസ്കും കാര്യങ്ങളൊക്കെ കടയിലുണ്ടായിരുന്നത്. സംഭവം എന്തുകൊണ്ട് സെറ്റായിരുന്നു കേട്ടോ. ലൈക്ക് എന്താ പറയുക, നമ്മൾ ശരിക്കുള്ള ലൈഫിൽ നിന്ന് വേറെ ലൈഫൊക്കെ പോയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഈവനിങ് ചായ ആണ് കേട്ടോ. ഇതോട് കൂടിയിട്ട് പരിപാടി ഏകദേശം എന്തായിട്ടോ. ചായയിലൊക്കെ വന്നിട്ട് എന്തൊക്കെ വെറൈറ്റീസാണ് ഉണ്ടായിരുന്നു അറിയാം. ഞാനുള്ള പഞ്ചാബി സമൂസയും അതുപോലെ ചിക്കൻ്റെ വെറൈറ്റീസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് യൂട്യൂബിൻ്റെ ചെറിയൊരു ഇത് വെച്ചിട്ടുള്ള ഒരു കപ്പ് കേക്കാണ് കേട്ടോ. അതൊക്കെ എടുത്ത് ഞാൻ എൻ്റെ പ്ലേറ്റ് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. നിങ്ങളൊക്കെ കാരണം കേട്ടോ എനിക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയത്. കാരണം നിങ്ങൾ ഓരോരുത്തരുടെ സബ്സ്ക്രൈബർ കൗണ്ടും അതുപോലെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെയാണ്, നിങ്ങളെ വ്യൂവർഷിപ്പൊക്കെയാണ് എന്നെ ഇവിടെ എത്തിച്ചത് കേട്ടോ. പിന്നെ ഇത് ചായ കുടിക്കാൻ വേണ്ടി മാത്രമുള്ള സെക്ഷനാണ്. ഞാൻ എൻ്റെ സ്നാക്സ് എടുത്തിട്ട് അവിടെ പോയി കുത്തിയിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഏകദേശം പരിപാടിയൊക്കെ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ അവിടെ നിന്ന് പരിചയപ്പെട്ടതാണ്. ആഷനാണ് പേര് ഈ ചേച്ചീൻ്റെ. പിന്നെ ബബിതയ്ക്ക് പേര് മറന്നുപോയി. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ്. എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റ് ഇതാണ്. ഇൻഷാല്ലാ അത് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരുന്നേക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചർച്ച് സ്ട്രീറ്റിൽ പോയിട്ട് അവിടെ നിന്ന് കുറേ ഫുഡ് കഴിച്ചിട്ടോ. കാരണം എനിക്ക് ചർച്ച് സ്ട്രീറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പോയ വെറൈറ്റീസ് ഓഫ് വെറൈറ്റി സ്ട്രീറ്റ് ഫുഡ്സ് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഒന്നും നോക്കിയില്ല, എല്ലായിടത്തും ഇറങ്ങി അങ്ങോട്ട് തിന്നു. ഞാൻ ബാംഗ്ലൂർ പോയത് ഒറ്റയ്ക്കായിരുന്നു കേട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല ബാംഗ്ലൂരിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്. കേരളം വിട്ടിട്ട് ഇത് ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോകുന്നത്. അതിൻ്റെ നല്ല എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചർച്ച് സ്ട്രീറ്റിൽ കൂടെ കുറേ നേരം നടന്നു. പിന്നെ അവിടെ നിന്ന് ഇതൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലവർ മേടിച്ചിട്ട് അത് വെച്ചിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പോയിട്ടൊരു ചായ കുടിച്ചു, അല്ലെങ്കിൽ ഒരു ക്രീം ബണ്ണൊക്കെ കഴിച്ചു. അങ്ങനെ ലൈഫ് സെറ്റായി ഗൈസ്. ഇന്നത്തെ ഡേയും സെറ്റായി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ടാ. സോ ഗൈസ്, നമ്മൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്.
ഇവിടെ ഇങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പറിച്ചെടുക്കുക. ഓക്കെ, പൊട്ടിച്ചു. ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ലിമിറ്റഡ് എഡിഷൻ. ഉണ്ടാവോ എന്തോ ലിമിറ്റഡ് എഡിഷൻ എന്താണെന്ന് നോക്കാം. ആദ്യം ഒരു കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞ നോട്ടുണ്ട്. പിന്നെ എന്താ, വാവ്, ഇതെന്താ അത്? മൈക്ക് ഗൈസ്, മൈക്ക്. ഓ മൈ ഗോഡ്, ഒരു മൈക്ക് ഉണ്ട്. അതേതല്ല സെറ്റ്. അയ്യോ, അതാ തീരുമാനമായത്. പിന്നെ ഇതാ ഒരു ബാഗ് വന്നിട്ടുണ്ട്. ഇത് എന്ത് ബാഗാന്ന് എനിക്കറിയില്ല. തുറന്നു നോക്കട്ടെ. സോ ഗൈസ്, ഇത് നല്ലൊരു ട്രാൻസ്പെറൻറ്റ് ബാഗാണ്, ലിമിറ്റഡ് എഡിഷൻ. ഇങ്ങനെ അതിനൊരു ഹാൻഡൊക്കെ വരുന്നുണ്ട്, ഇതൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ സിബ് ഉണ്ട്. ട്രാവൽ ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. നെക്സ്റ്റ് എന്താ നോക്കാം. വാവ്, ഇതെന്താണ് തുറന്നു നോക്കട്ടെ. സോ ഗൈസ്, ഇതൊരു ലാമ്പാണ് കേട്ടോ. ഓ മാഷാല്ലാ, സി, ഇത് ലൈറ്റ് ഉണ്ട്. ഇത് ഫിറ്റ് ചെയ്ത് നോക്കട്ടെ. സോ ഗൈസ്, ഇതാണ് നമ്മളെ ലാമ്പ്. ഇതൊന്ന് കത്തിച്ച് നോക്കാം. വാവ്, നൈസ്, കൊള്ളാല്ലേ?